അന്ന് ഞാൻ കോട്ട വിട്ടിട്ട് ഡയസിൽ കയറുന്നതിന്റെ ആ നിമിഷം വരെ ആ അജണ്ട മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞു. എത്രത്തോളം അജണ്ട മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞു, അത്രത്തോളം ആവേശത്തിൽ അദ്ദേഹത്തെ കരിമ്പട്ടി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മനസ്സാക്ഷി കുത്തിന്റെ ആവശ്യമില്ല, ഒരു മനസ്സാക്ഷി കുത്തിന്റെ ആവശ്യമില്ല. അവിടെ എന്തിനാണ്? കാരണം ആ വനിത, ആ കൗൺസിലർ രാത്രി ഉറക്കമില്ലാതെ 2023-ലും 2025-ലും 2024-ലും ഈ ഒരു റോഡ് ടാർ ചെയ്യിക്കാൻ വേണ്ടി ആ കൗൺസിലറെ നിരന്തരം വിളിച്ച് അവർ കരഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ കണ്ടാ നേരത്തെ കണ്ടതാ. അങ്ങനെ ഒരു ടീം വരുന്നപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ എന്തിനാ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം, എന്തിനാണ് അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? അപ്പൊ എന്തിനാ കാലം പിടിക്കണത്? എന്തിന് മേയറത്തോടുമ്പോ എന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ അവകാശമാണ്, അതെന്റെ ഔദാര്യമൊന്നുമില്ല. ഞാൻ ചെയ്ത് കൊടുക്കാൻ എന്റെ ഉത്തരവാദിത്തമാണ്. ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയാണ് തൊഴേണ്ടത്. അപ്പൊ പറ്റിപ്പോയി, അവസരം പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത് സമയം തീരുമാനിച്ചാലും അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. അവിടെ പിന്നെ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല.